പശ്ചിമേഷ്യയെ കലാപഭൂമിയാക്കുന്നത് ആരാണ്? ഉത്തരത്തിനായി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ, ഒക്കച്ചങ്ങാതിയായി ഡൊണാൾഡ് ട്രംപിന്റെ US. ലോകരാഷ്ട്രീയത്തിലെ ഈ തെമ്മാടി കൂട്ടുകെട്ടാണ് പശ്ചിമേഷ്യയെ അശാന്തിയുടെ വിഷപ്പുകയിൽ ശ്വാസം മുട്ടിക്കുന്നത്. പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെ മുച്ചൂടും മുടിച്ച് ആഗോള രാഷ്ട്രീയക്രമത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം മതിയായിരുന്നു ഇസ്രായേൽ വെടിക്കോപ്പുകൾ ഗാസയിലേക്ക് പറന്നെത്താൻ. ഹമാസിനെതിരായ യുദ്ധം എന്ന് ആവർത്തിച്ച് വിളിച്ച ഇസ്രായേൽ ഒരു രാജ്യം 6 പതിറ്റാണ്ടുകൊണ്ട് കെട്ടിപ്പടുത്ത വികസനങ്ങളെയാണ് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ തച്ചുടച്ചത്. സൈനിക നടപടിയെന്നോ ഏകപക്ഷീയ യുദ്ധമെന്നോ വിളിക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ നടത്തിയതും നടത്തുന്നതും വംശീയ ഉന്മൂലനമാണ്. പിന്നാലെയാണ് ഇസ്രായേൽ ലെബനനിലേക്ക് കടക്കുന്നത്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയായിരുന്നു ആക്രമണം. വീടുകൾ ബോംബിട്ട് തകർത്തു. അതിർത്തിയിൽ ഉടനീളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഗ്രാമങ്ങളിൽ നിയന്ത്രണം ഘടിപ്പിച്ചു. ഹിസ്ബുള്ളയ്ക്കൊപ്പം യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ പടചേർന്നു. പിന്നാലെ US പിന്തുണയോടെ ലെബനനിലും യമനിലും സിറിയയിലും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഇറാന്റെ പിന്തുണ ഉണ്ടായിരുന്ന സിറിയയിലെ അസദ് ഭരണകൂടത്തെ വീഴ്ത്തി. ഗോലാൻ കുന്നുകളുടെ നിയന്ത്രണം പിടിച്ചു. ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വരെ മിസൈലുകൾ മൂടിയെത്തി. കണ്ടുശീലിച്ച പ്രോക്സി യുദ്ധം അതോടെ അവസാനിച്ചു. 2025 ഇസ്രായേലും ഇറാനും നേർക്കുനേർ ആക്രമണം തുടങ്ങി. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനും US ഒമാനിൽ ചർച്ചകൾ നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. സൈനിക കേന്ദ്രങ്ങൾ, ഊർജ്ജ പ്ലാന്റുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്യോമാക്രമണം ആരംഭിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് US ഇസ്രായേലിനെ സഹായിച്ചു. സൈനിക നേതൃത്വവും ശാസ്ത്രജ്ഞരും സാധാരണക്കാരുമൊക്കെ കൊല്ലപ്പെട്ടു. എല്ലാത്തിനും പറയാനൊരു കാരണമുണ്ടായിരുന്നു: ഇറാന്റെ ആണവായുധ പദ്ധതി. പലവരു പറഞ്ഞ് തേഞ്ഞ ആരോപണം. ദിവസങ്ങൾ നീണ്ട യുദ്ധം പതുക്കെ ശാന്തമായി. പക്ഷേ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം ശക്തിപ്പെടുന്നത്. ഭരണകൂടം പ്രക്ഷോഭത്തെ അടിച്ചമർത്തി. രാജ്യത്തിനപ്പുറം വിഷയം ചർച്ചയായി. ഇതോടെ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ആകുലപ്പെട്ടിരുന്ന ഇസ്രായേലും US ഭരണമാറ്റം എന്ന പുതിയ അടവ് നയം സ്വീകരിച്ചു. ആഭ്യന്തര പ്രക്ഷോഭത്തെയും സംഘർഷത്തെയും ആളിക്കത്തിക്കുന്ന വിധത്തിലായിരുന്നു US ഇടപെടൽ. ഇറാൻ രാഷ്ട്രീയവും ഭരണമാറ്റവും ഒക്കെ ചർച്ചയായതിനു പിന്നാലെയാണ് ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചത്. ട്രംപിന്റെ ആശീർവാദത്തോടെയായിരുന്നു ഇക്കുറിയും ഇസ്രായേൽ സൈനിക നടപടി. യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച് ഇറാനും US ചർച്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. പ്രശ്നങ്ങളെല്ലാം എത്രയും വേഗം പരിഹരിച്ച് സമാധാന കരാർ സാധ്യമാകുമെന്ന് മധ്യസ്ഥരായ ഒമാൻ പ്രതീക്ഷ പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, അത് നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതിക ക്രമീകരണങ്ങൾ പോലും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആക്രമണം. യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച് ഇറാൻ US ലഭ്യമാക്കിയ വിവരങ്ങൾ അത്രയും ഇസ്രായേലിന് ലഭ്യമാക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം ഇക്കുറിയും വിശ്വസ്തത തെളിയിച്ചു. (2025) നടന്ന 12 ദിവസത്തെ ആക്രമണത്തിൽ ഇറാനിലെ 13 കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇക്കുറി പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി, ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുറഹീം മുസവി, IRGC കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി, IRGC വ്യോമസേന തലവൻ അമീർ അലി ഖജീസാദെ, ഇറാൻ പ്രതിരോധ മന്ത്രി അമീർ നസീർ സാദെ, ഖമേനിയുടെ ഉന്നത ഉപദേശകൻ അലി ഷംഖാനി, ഹിസ്ബുള്ള രാഷ്ട്രീയ വിഭാഗം തലവൻ മുഹമ്മദ് റാദ് ഉൾപ്പെടെയുള്ളവരാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. തങ്ങളെ എതിർക്കുന്ന നേതൃത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇറാൻ ഉയർന്ന അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കിയതിൽ ആശങ്ക വേണമെന്നാണ് ഇസ്രായേലും സഖ്യകക്ഷികളും പറയുന്നത്. ഇറാൻ രഹസ്യമായി ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഇസ്രായേൽ പറയുന്നു. 1993 MP ആയിരിക്കെ നെതന്യാഹു ആണ് ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നുവെന്ന ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ ഇറാൻ അത് സാധിച്ചിരിക്കുമെന്നായിരുന്നു നെതന്യാഹു അന്ന് പാർലമെന്റിൽ പറഞ്ഞത്. കാലാകാലങ്ങളിൽ നെതന്യാഹു ഇക്കാര്യം ആവർത്തിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും ആണവായുധങ്ങൾ നിർമ്മിക്കാനാകുമെന്നും UN ഉൾപ്പെടെ രാജ്യാന്തര വേദികളിലും ടെലിവിഷൻ അഭിമുഖങ്ങളിലുമെല്ലാം നെതന്യാഹു ആവർത്തിച്ചു. 33 വർഷമാകുന്നു. ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവ് ലഭ്യമായിട്ടില്ല. എന്നിട്ടും അക്കാര്യം പറഞ്ഞ ഒരു രാജ്യത്തിന് മേൽ ബോംബ് വർഷിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണമാണ് ആണവായുധ നിർമ്മാണം എന്ന ആശങ്കകൾക്ക് അടിസ്ഥാനം. 1970-കൾ മുതൽ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന US കാലാകാലങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട്. കഴിഞ്ഞ ജൂണിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടെങ്കിലും ഇപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നായിരുന്നു ഇന്റലിജൻസ് വ്യക്തമാക്കിയത്. പിന്നാലെ ആശങ്കകൾ അവസാനിപ്പിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധ പദ്ധതികളിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് US ഇറാനും ചർച്ചകൾ തുടങ്ങി. അതിനിടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായില്ല.
അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതികൾ നടക്കുന്നത്. ബോംബുകൾ നിർമ്മിക്കാൻ തക്ക സമ്പുഷ്ട യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്ന കാര്യം ഏജൻസി ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ എപ്പോഴെങ്കിലും അത്തരമൊരു ദിശയിലേക്ക് നീങ്ങിയതിന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഏജൻസി അന്നും ഇന്നും വ്യക്തമാക്കുന്നു. 2015 ഇത് സംബന്ധിച്ച് UN രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളുമായും ജർമ്മനിയുമായും ഇറാൻ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ JCPOA. ഏജൻസിയുടെ നിരീക്ഷണത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നിവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. ഇവ പാലിക്കുന്ന പക്ഷം ഇറാനുമേലുള്ള ഉപരോധം നീക്കുമെന്ന് രാജ്യങ്ങൾ ഉറപ്പു നൽകി. പക്ഷേ 3 വർഷങ്ങൾക്കിപ്പുറം US ഏകപക്ഷീയമായി കരാർ റദ്ദാക്കി, ഉപരോധം പുനഃസ്ഥാപിച്ചു. മറുപടി എന്നോണം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. 60% വരെ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയമെങ്കിലും ഇറാന്റെ പക്കലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഒരു ആണവായുധം നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച 25 കിലോഗ്രാം യുറേനിയം മതി എന്നിരിക്കെ ആശങ്കകൾ പെരുകി. ഇതായിരുന്നു വീണ്ടും ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ US പ്രേരിപ്പിച്ചത്. ചർച്ചകളിൽ ആണവായുധ പദ്ധതികൾ ഇല്ലെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ഇറാന്റെ ശ്രമങ്ങൾ. അത് തന്നെയാണ് അവർക്കും വിനയായത്. രാജ്യത്തിനകത്തും മേഖലയിലെ സഖ്യകക്ഷികൾക്കുമിടയിൽ ഇറാനോടുള്ള മതിപ്പ് കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ. അങ്ങനെ വരുമ്പോൾ ഭരണമാറ്റം എന്ന വാദത്തിന് പിന്തുണയേറും. ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നീക്കത്തിലൂടെ ലെബനനിലും സിറിയയിലും സംഭവിച്ചത് ഇറാനിൽ സംഭവിക്കും എന്നൊരു കണക്കുകൂട്ടലാണത്. 2025 ആക്രമണത്തിനിടെ നെതന്യാഹു ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, രാജ്യത്തെ പ്രതിഷേധങ്ങളെയും പ്രതിപക്ഷത്തിന്റെ പോർവിളികളെയും ജയിക്കാൻ നെതന്യാഹുവിന് യുദ്ധം ഒരു അനിവാര്യതയാണ്. ജനപ്രീതി കുറയുന്നു എന്ന അഭിപ്രായ സർവേകൾക്കിടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടലാണ് നെതന്യാഹു. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്ക് വിചാരണ നേരിടുന്ന ആദ്യ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന ചീത്തപ്പേരുണ്ട്. ഗാസയിലെ അക്രമങ്ങളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് US എതിർത്താലും നെതന്യാഹു മിസൈൽ തൊടുത്തു. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് വമ്പു പറഞ്ഞ അധികാരത്തിലേറെ ട്രംപിന്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. തീരുവ നയത്തിന് സുപ്രീം കോടതിയിലേറ്റ തിരിച്ചടിയും എപ്സ്റ്റീൻ ഫയൽസിൽ ചൂടുപിടിച്ച വിവാദങ്ങളും വിലക്കയറ്റുമൊക്കെ ട്രംപിനേറ്റ പ്രഹരങ്ങളാണ്. അമേരിക്കയെ വീണ്ടും മഹത്താക്കാൻ തുടങ്ങിവെച്ച നയങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടുന്നത് ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. സമാധാനത്തിനുള്ള നോബലിന് അർഹനാണെന്ന് വാദിക്കുന്ന ട്രംപിന്റെ 13 മാസത്തെ ഭരണത്തിനിടെ കുറഞ്ഞത് 7 രാജ്യങ്ങളിലെങ്കിലും സൈനിക നടപടി ഉണ്ടായിട്ടുമുണ്ട്. വെനസ്വേലയിൽ അതിക്രമിച്ചു കയറിയ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയിട്ട് 3 മാസം പിന്നിടുന്നു. ജനുവരി 3-നാണ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും US സൈന്യം തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തികളൊന്നുമല്ല, അന്താരാഷ്ട്ര നിയമങ്ങളെയും കൂസുന്നില്ല. തങ്ങൾക്ക് തോന്നുന്നവരെയൊക്കെ ആക്രമിക്കാം, കൊന്നൊടുക്കാം. ഇതാണ് ഇസ്രായേലിന്റെ രീതി. രഹസ്യവിവരങ്ങൾ ഇസ്രായേലിന് പങ്കുവെച്ചും അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിനെ പ്രതിരോധിച്ചും ട്രംപ് ഭരണകൂടം എല്ലാ ആക്രമണങ്ങളുടെയും കൗശലബുദ്ധിയാവുന്നു. നെതന്യാഹുവിനെ നയിക്കുന്ന വിശാല ജൂതരാഷ്ട്ര സങ്കല്പങ്ങളാണ്. ലോക പോലീസ് പട്ടത്തേക്കാൾ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് ട്രംപിന്റെ ഊർജം. ഗാസയെ തച്ചുടച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇറാനെ ആക്രമിച്ചുകൊണ്ട് പശ്ചിമേഷ്യയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ അത് ഒരിക്കൽ കൂടി അടിവരയിടപ്പെടുന്നു. ഒരു ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2001 സെപ്റ്റംബർ ആക്രമണത്തിന് പിന്നാലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടവീര്യം ഉറഞ്ഞുകൂടിയ നാടുകൾ. നെതന്യാഹു അന്നും പറഞ്ഞു, ഇറാഖിന്റെ പക്കൽ ജൈവായുധങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. അത് ഇസ്രായേലിനേക്കാൾ US-നാണ് ഭീഷണിയാവുക. പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇത് ഏറ്റുപിടിച്ചു. UN ഉൾപ്പെടെ അത് ചർച്ചയായി. ഇസ്രായേലിന് നൽകാൻ തെളിവുകളില്ലായിരുന്നു. ഇക്കാര്യം അന്വേഷിച്ച ഒരു രാജ്യത്തിനും തെളിവ് കണ്ടെത്താനായിരുന്നില്ല. US ഇന്റലിജൻസിനും ഒന്നും കിട്ടിയില്ല. എന്നിട്ടും 2002 സെപ്റ്റംബറിൽ UN രക്ഷാസമിതിയിൽ ജോർജ് W. ബുഷ് ഇറാഖ് അധിനിവേശത്തിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. തൊട്ടടുത്ത മാസം കോൺഗ്രസും ഇത് അംഗീകരിച്ചു. നാറ്റോയിലെ സഖ്യകക്ഷികളൊക്കെയും പിന്തുണച്ചു. പക്ഷേ ഫ്രാൻസും ജർമ്മനിയും എതിർത്തു. പിന്നാലെ UN മോണിറ്ററിംഗ് സമിതി ആയുധങ്ങൾക്കായി പരിശോധന നടത്തി. ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇറാഖ് ഇവയെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോളിൻ പവൽ UN പറഞ്ഞു. ആന്ത്രാക്സ് പോലുള്ള ജൈവായുധം എന്നതായിരുന്നു പോയിന്റ്. ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ വസ്തുതാവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി എതിർത്തിട്ടും കാര്യമുണ്ടായില്ല. 2003 മാർച്ചിൽ ബുഷ് ഭരണകൂടത്തിന്റെ ടാങ്കറുകൾ ഇറാഖിലേക്ക് ഇരച്ചെത്തി. സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് US-ഉം സഖ്യകക്ഷികളും അവിടെ ഉഴുതുമറിച്ചു. ഒരു ഓലപ്പടക്കം പോലും കണ്ടെടുക്കാനായില്ലെങ്കിലും സദ്ദാം തൂക്കിലേറ്റപ്പെട്ടു. ഇറാഖിൽ ജൈവായുധം ഇല്ലെന്ന ഉറച്ച ബോധ്യം ഇസ്രായേലിനുണ്ടായിരുന്നു. US-നും അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയായിരുന്നു ഇറാഖ് ആക്രമണം. ഇറാന് ആണവായുധമില്ലെന്ന് ഇസ്രായേലിന് അറിയാം, US-നും അറിയാം. അതുകൊണ്ടാണ് അവർ ഇറാനെയും ആക്രമിച്ചത്. ഇറാന്റെ പക്കൽ ഒരു ആണവായുധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു.